ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണിപ്പൂരിലെ മുഖ്യമന്ത്രി സകല ആൾക്കാരോടും മാപ്പ് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചു. മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഇതാ ജനങ്ങളോട് മാപ്പ് പറയുന്നു. അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായിട്ടാണോ മാപ്പ് പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടിയുമായിട്ട് ഉടക്കി, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. വംശഹത്യക്കെതിരെ അദ്ദേഹം രംഗത്ത് വരികയാണ്. ഇവർ ഹിന്ദു മുസ്ലിം ഒരു കോൺഫ്ലിക്റ്റ് ആക്കി ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ടല്ലോ, ഹിന്ദു ക്രിസ്ത്യനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അദ്ദേഹം മാപ്പ് പറയുന്നു, സാഷ്ടാംഗം രാജ്യത്തിന്റെ മുമ്പിൽ വീണു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളായിരുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകരൊക്കെ കൂടി തുറന്ന് പുറത്തിറങ്ങി. മറ്റേ വരപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റേ ഭാരതാംബയുടെ പടമൊക്കെ വരച്ച് മണിപ്പൂർ മുഖ്യമന്ത്രി കാലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ച് കാരിക്കേച്ചർ ഒക്കെ അടിച്ച് രംഗത്തിറക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിയത്. യഥാർത്ഥത്തിൽ അളിയൻ മാപ്പ് പറഞ്ഞത് ഞാൻ പോണേണ്, ഇനി രാഷ്ട്രപതി ഭരിച്ചോളും എന്ന് പറയാനാണെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു 8:30 നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ വാർത്ത കാണുന്നത്. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ബീരേൻ സിംഗ് എന്തായാലും രാജിവെക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം രാജിവെച്ച് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയാണ്. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വന്ന ശേഷം അദ്ദേഹം ഒരു സംസ്ഥാനത്തും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടില്ല. ഈവൻ വെസ്റ്റ് ബംഗാളിൽ പോലും. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസ് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. നുഴഞ്ഞുകയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. ആസാമുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളുമുണ്ട്. എന്തിനു പറയുന്നു, കേരളത്തിൽ വരെ വേണമെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. ഒരു സമയത്ത് അത്ര ഭീകരമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ RSS പ്രവർത്തകരും ഹിന്ദുക്കളും ചത്തൊടുങ്ങുകയായിരുന്നു. കൊന്നൊടുങ്ങുകയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടില്ല. പലരും ആഗ്രഹിച്ചിരുന്നു മോദി അവിടെ പ്രഖ്യാപിക്കും, കാരണം ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, നരേന്ദ്രമോദി ഞങ്ങളുടെ രക്ഷകനായിട്ട് ഒരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മോദിക്ക്. അപ്പൊ പല ആൾക്കാരും അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കയ്യിലാണ്, അല്ലാതെ മോദി നിങ്ങളെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞു. പല ആൾക്കാരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇവിടെ RSS പ്രവർത്തകരും SDPI പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ടും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാരും നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ ഒരു ഭരണം കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പല തവണ പല വേദികളിൽ BJP-കാർ ഉന്നയിക്കുന്ന വിഷയമാണ്. പോരാത്തതിന് കോൺഗ്രസ് രാഷ്ട്രപതി ഭരണം എത്രയോ തവണ കോൺഗ്രസ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈവൻ കേരളത്തിലെ സർക്കാരിനെ പോലും ജവഹർലാൽ നെഹ്റു, കേരളത്തിലെ ആദ്യത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിനെ പോലും ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടില്ലേ? അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൗണ്ടർ ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മോദി ഒരു സംസ്ഥാനത്ത് പോലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അത് മാറാൻ പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇറ്റ്സ് നോട്ട് ഒഫീഷ്യൽ, ബട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം? മണിപ്പൂരിൽ ശുദ്ധി കലക്ഷൻ നടക്കുക. കാരണം ഇത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ബ്രിട്ടീഷുകാരുടെ സമയം മുതലേ ഉള്ള പ്രശ്നമാണ്. കോൺഗ്രസ് വന്നപ്പോൾ കോൺഗ്രസ് ആളിക്കത്തിച്ചു ആ പ്രശ്നം. അതായത് അതിലേക്ക് ഫ്യൂവൽ പകർന്നുകൊണ്ടേയിരുന്നു. അങ്ങനത്തെ ഒരു അതാണ് ഏകദേശം മണിപ്പൂരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും വിഘടിച്ചു പോകും എന്നുള്ള രീതിയിലായി മാറി കോൺഗ്രസിന്റെ ഈ 60 വർഷത്തെ ഭരണം കൊണ്ട്. കാരണം അവിടെ ഒന്നും ചെയ്തിട്ടില്ല കോൺഗ്രസ് സർക്കാർ. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഇന്ത്യ വിരുദ്ധത അതിഭീകരമായിട്ട് വളർന്നു. വികസനമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ത്യക്കാരല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുള്ളിൽ അതിഭീകരമായിട്ട് ഉയർന്നു വന്നു. പോരാത്തതിന് നുഴഞ്ഞുകയറ്റം, കുടിയേറ്റം, ഇതെല്ലാം കൊണ്ട് ആ രാജ്യത്തെ ഗോത്രവിഭാഗം സ്ഥലത്തെ ഗോത്രവിഭാഗം പൊറുതിമുട്ടി അവരെ ആർക്ക് വേണമെങ്കിലും പിളർത്തിയെടുത്ത് വേറൊരു രാജ്യമാക്കാം എന്നുള്ള രീതിയിൽ അത്ര ഭീകരമായിട്ട് അരിപ്പ പോലെയാക്കി അതിർത്തികളെല്ലാം. അപ്പം നരേന്ദ്രമോദി തിരിച്ചു വന്നിട്ട് മണിപ്പൂരും ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് തൊട്ടപ്പോൾ, ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയങ്ങളിൽ ഒന്ന് അഡ്രസ് ചെയ്യാനൊന്ന് തൊട്ടപ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. കാരണം അതിഭീകരമായിട്ട് അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ഇത്രയും നാൾ ഞങ്ങൾ അനുഭവിച്ചു വന്ന സ്വാതന്ത്ര്യം, ഇന്ത്യൻ പതാക, നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ത്യൻ പതാക പോലും കൊണ്ട് കയറാനായിട്ട് പറ്റില്ല, നമ്മുടെ വന്ദേ മാതരം പാടാൻ പറ്റില്ല, ജനഗണമന പാടാൻ പറ്റില്ല, ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെയൊക്കെ മാറ്റി എടുത്ത് ഇപ്പൊ എല്ലാം ക്ലീൻ ആക്കി 2047 പോപ്പുലർ ഫ്രണ്ട് ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ സമയമാണ്. അതോടുകൂടി നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായി മാറുമെന്ന പ്രഖ്യാപനം വരെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ മണിപ്പൂർ മാത്രം ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? BJP-യുടെ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രപതി ഭരണത്തിന് എതിരാണ്. കാരണം ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണത്തിന് ഇരയാകേണ്ടി വന്നത് BJP സർക്കാരുകളായിരുന്നു. അത് UP-യിലും മറ്റിടങ്ങളിലുമൊക്കെ അനവധി വട്ടം BJP സർക്കാരുകളെ കോൺഗ്രസ് സർക്കാർ പിരിച്ചുവിട്ടു.
അതുകൊണ്ട് തന്നെ BJP-യുടെ ഒരു നിലപാട് ഇപ്പോഴല്ല, അവരിപ്പോ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ നിലപാട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനോട് എതിർപ്പാണ്, അടിയന്തരാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടും എതിർപ്പാണ് എന്നൊരു നിലപാടുള്ള ഒരു പാർട്ടിയാണ്. അപ്പം ഓരോ പാർട്ടിക്കും ഓരോ പോളിസികളുണ്ടാകും. അപ്പൊ BJP-യുടെ പോളിസി രാഷ്ട്രപതി ഭരണത്തിന് എതിരാണ്. പക്ഷെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചില അടിയന്തര സാഹചര്യങ്ങൾ താൽക്കാലികമാണ്. ഈ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടൊരു ഇതല്ല. ആർട്ടിക്കിൾ 356 അത് അനുസരിച്ചിട്ട് ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ഭരണ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ ഇല്ലെങ്കിൽ അവിടെ ഭരണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വരുമ്പോഴോ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം ഒരു അടിയന്തരാവസ്ഥ, അതായത് ഒരു സസ്പെൻഷൻ പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. 2 മാസത്തിനുള്ളിൽ ഈ അടിയന്തരാവസ്ഥയുടെ റിപ്പോർട്ട്, ഇങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വെച്ചില്ല എങ്കിൽ 2 മാസത്തിനകം ഈ രാഷ്ട്രപതി ഭരണം റദ്ദ് ചെയ്യപ്പെടും. പിന്നെ ഈ രാഷ്ട്രപതി ഭരണം ഓരോ തവണയും നമുക്ക് 6 മാസത്തേക്ക് നീട്ടാൻ പറ്റും. ഇതൊന്ന് ലോക്സഭയിൽ വെച്ചതിന് ശേഷം പിന്നീട് ഇത് വരികയും പിന്നീട് 6 മാസം, നമ്മൾ കാശ്മീരിലൊക്കെ ആ രീതിയിലാണ് അത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് ഒരു പ്രത്യേക സാഹചര്യമായി. ഇവിടെ ഈ നമ്മുടെ ഈ മണിപ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നറിയില്ല. അഥവാ രാഷ്ട്രപതി ഭരണം ഉണ്ടെങ്കിലും അവർ ഈ കാശ്മീരിലൊക്കെ ചെയ്തതുപോലെ ഒരു താൽക്കാലിക സംവിധാനം എന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് അറിയുന്ന ഒരു കാര്യം. കാരണം അവിടെ അവിടുത്തെ ഏറ്റവും മികച്ച നേതാവ് ആരെന്ന് വെച്ചാൽ ബീരൻ സിംഗ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ വ്യക്തിപരമായി പറയുന്നത് നല്ല മികച്ചൊരു നേതാവ് ബീരൻ സിംഗ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങളില്ല, ഗ്രൂപ്പിസത്തിന്റെ ആരോപണങ്ങളില്ല. പക്ഷെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അനവധി ആരോപണങ്ങൾ വന്നു. അദ്ദേഹത്തിന്റെ ഓഡിയോ ടേപ്പുകൾ പലതും സുപ്രീം കോടതിയിലാണ്. അതിന്റെ ഒരു വിധി 2-3 ദിവസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൂടെ മുൻനിർത്തിയിട്ടായിരിക്കണം BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇത്തരം ഒരു നടപടിക്ക് മുതിർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP-യെ സംബന്ധിച്ച് അവരുടെ മണിപ്പൂരിലെ മുഖം ബീരൻ സിംഗ് ആണ് എന്ന് മാത്രവുമല്ല, മണിപ്പൂരില് ഈ ബീരൻ സിംഗ് 1ാം വട്ടം കയറിയതിന് ശേഷമാണ് ഒരു വികസനത്തിന്റെ കുറെ കുതിപ്പുകൾ, ട്രെയിനൊക്കെ അവിടെ എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിപ്പോൾ ഈ കോടതിയിൽ ഒരു കേസ് കിടക്കുന്നു. അദ്ദേഹം ഈ മെയ്തിയിലെ ചില നേതാക്കന്മാരുമായി ഫോണിൽ സംസാരിച്ച ചില ഓഡിയോ സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾ ഒരുപക്ഷെ വിവാദമാകാനുള്ള സാധ്യതകളുണ്ട്. ഇദ്ദേഹം ഈ കുക്കികൾക്കെതിരെ അറ്റാക്ക് നടത്താൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭവം. ഈ കഥ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ നരേന്ദ്രമോദി പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഓഡിയോ ടേപ്പിൽ എന്താ ഉള്ളതെന്നുള്ള കാര്യം കോടതി പറയുമ്പോഴേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. അന്നും ഇതേ കഥ കേട്ടിട്ടുണ്ട്, സെയിം കഥ തന്നെയായിരുന്നു അന്ന് ഗുജറാത്തിലും കേട്ടത്. ഇപ്പൊ അത് മണിപ്പൂരിൽ കേൾക്കുന്നു. ഇനി ഉള്ളതാണോ അല്ലെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് 60 അംഗ നിയമസഭയെ മണിപ്പൂരിലുള്ളത്. അവിടെ BJP-ക്ക് വലിയ മെജോറിറ്റി, 37 പേര് BJP-ക്കാരാണ്, MLA-മാരാണ്. അത് കൂടാതെ അവരുടെ കൂടെ 5 പേരുള്ള NBF എന്ന ഒരു പാർട്ടിയുണ്ട്, അവരുടെ സഖ്യകക്ഷി. ഇത് കൂടാതെ JDU-ന്റെ 2 MLA-മാരുണ്ട്. അവരാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരില് BJP-ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. ഇനി അവർ പോയാൽ പോലും അവരുടെ ഒരു മുൻ സഖ്യകക്ഷിയുണ്ട്, NPP എന്ന് പറയുന്ന പാർട്ടി. NPP-യുമായിട്ട് ചേർന്നിട്ടാണ് കഴിഞ്ഞ തവണ അവർ ഭരിച്ചത്. NPP ഇപ്പോൾ പ്രതിപക്ഷത്തോടൊപ്പമല്ല, അവർ മാറി നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും BJP-ക്ക് അവിടെ 52 സീറ്റ് വരും, 60-ൽ 52 സീറ്റ് വരും. അവിടെ അപ്പോഴും കോൺഗ്രസിന് അവിടെ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളില്ല. അപ്പൊ ഈ 37 MLA-മാർക്കും പാർട്ടി വിടണമെന്നോ പാർട്ടിയെ പുലർത്തണമെന്നോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. അവരുടെ, അതായത് കുക്കി വിഭാഗത്തിൽപ്പെട്ട 12 MLA-മാരുണ്ട്. അവരുടെ ഒരു ഡിമാൻഡ് ഈ പറയുന്ന ബീരൻ സിംഗ് മാറണമെന്നുള്ളതാണ്. അത് മാത്രവുമല്ല, BJP-യിലെ ബേത്തി വിഭാഗത്തിനിടയിലും BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിനിടയിലുമൊക്കെ ഈ ബീരൻ സിംഗ് മാറണം എന്നൊരു അഭിപ്രായമുണ്ട്. അതിന്റെ കാരണം ഇപ്പൊ അവിടെ ഈ സംഘർഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് 1-2 ആകുന്നു. അപ്പോഴും 21 മാസമാകുന്നു. ആ 21 മാസമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു മെല്ലപ്പോക്ക്, ഒരു ശക്തമായ നടപടി ഇദ്ദേഹം എടുക്കാതെ ഇങ്ങനെ ഒരു അഴകുഴമ്പൻ രീതിയിൽ ഇദ്ദേഹം പോകുന്നതിനകത്ത് ഒരു വലിയ എതിർപ്പ് ആദ്യം കുക്കികൾക്കുണ്ടായിരുന്നു. ഇദ്ദേഹം മാറണം, ഇദ്ദേഹമാണ് ഈ കുക്കികളെ ആക്രമിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന പറഞ്ഞെങ്കിൽ ഇപ്പൊ മെയ്തികൾക്കും വലിയ താല്പര്യം ഈ ബീരൻ സിംഗിനോട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് മാറുന്നത്. നിലവിൽ അവര് ഇപ്പോൾ ഇന്ന് അവിടുത്തെ MLA-മാരുടെ ഒരു യോഗം ചേരുന്നുണ്ട് BJP-യുടെ. അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. അപ്പം അതിന് കഴിഞ്ഞില്ല എങ്കിൽ രാജ്കുമാർ ഭല്ലയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഡെപ്യൂട്ടി സ്പീക്കറെ മുഖ്യമന്ത്രി ആക്കാനായിട്ടാണ് ഇന്ന് മീറ്റിംഗ് കൂടുന്നത്. അതുകൂടാതെ തന്നെ അവരുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട്. ഇവരെ രണ്ടുപേരെയും പരിഗണിക്കുന്നുണ്ട് BJP. പക്ഷെ അതിനകത്ത് MLA-മാരുടെ പിന്തുണ കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇവിടെയാണ് ഈ രാജ്കുമാർ ഭല്ല, അദ്ദേഹമാണ് മണിപ്പൂർ ഗവർണർ. അദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുക്കും, എന്തായാലും റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ യോഗത്തില് അവിടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ആയിട്ടൊരു സമവായം ആയില്ല എങ്കിൽ പിന്നെ BJP-യുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് രാഷ്ട്രപതി ഭരണമാണ്.
കാരണം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയാൽ അവർക്ക് കിട്ടുന്നത് കുറെ ടൈം കിട്ടും, കുറച്ച് അതെ. സമയം. കാരണം ഇത് രാഷ്ട്രപതി ഭരണം ഉള്ള കാലത്തേക്കല്ല, ഇപ്പൊ ഉം. ഇവർക്ക് 2 മാസമോ ഒരു 6 മാസമോ കിട്ടും. അതിനോടകത്ത് ഈ ഉം. പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ലൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക. ഇല്ല ഉം. എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബീരേൻ സിംഗിനെ തന്നെ കൊണ്ടുവരികയോ 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടെ ഒക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് മന്ത്രിസഭയൊക്കെ ഒന്ന് പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യുക. അതല്ല എങ്കിൽ ഉം. ബീരേൻ സിംഗിനെ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയൊരാളെ കൊണ്ടുവരിക. അപ്പൊ ഇവർക്കൊരു ടൈം ഇപ്പൊ അനിവാര്യമാണ് ബി.ജെ.പി ഉം. നേതൃത്വത്തിനെ സംബന്ധിച്ച്. അപ്പൊ ഇന്ന് നടക്കുന്ന ഒരു യോഗം, ബി.ജെ.പിയുടെ മണിപ്പൂരിൽ നടക്കുന്ന എം.എൽ.എമാരുടെ യോഗം നിർണായകമാണ്. കാരണം ഇതിനകത്ത് ഉം. ഏതെങ്കിലും ഒരു നേതാവ് വന്നാൽ മാത്രമേ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കൂ. അങ്ങനെ അതെ. ഒരു നേതാവ് വന്നില്ല എങ്കിൽ സ്വാഭാവികമായി ഗവർണർ റിപ്പോർട്ട് നൽകും. ഇപ്പോൾ എന്തായാലും ഗവർണർ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല ധനുഷേ. കാരണം എന്ന് വെച്ച് ഉം. ഉം. കഴിഞ്ഞാല് ഫെബ്രുവരി 13 വരെയാണ് പാർലമെന്റിന്റെ ഫസ്റ്റ് സെഷൻ. അപ്പൊ ഫസ്റ്റ് സെഷനിൽ ഇപ്പം ഈ റിപ്പോർട്ട് കൊടുത്ത് കേന്ദ്രം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും വെക്കേണ്ടി വരും. അതെ. അതെ. ബി.ജെ.പി അത് പാർലമെന്റിലേക്ക്. ചെയ്യില്ല. അപ്പൊ ഉം. എന്ത് ചെയ്യും? കുറച്ച് ദിവസം കൂടി ഇവർ തള്ളിയിട്ട് ഉം. പിന്നുള്ള പാർലമെന്റ് സെഷൻ മാർച്ച് 10 ടു ഏപ്രിൽ 4 ആ ഒരു സമയത്തേക്ക് അടുപ്പിച്ചിട്ടായിരിക്കും. അപ്പൊ അതിനോടകത്ത് തന്നെ ഉം. നിരവധി ചർച്ചകൾ നടക്കും, ഇതിൽ ആരെ മുഖ്യമന്ത്രി ആക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ അതെ. പാർലമെന്റ് അതെ. പ്രതിസന്ധിയിൽ പോവുകയും ഈ ഫസ്റ്റ് പാർലമെന്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ രാജ്കുമാർ ഭല്ല ഒരുപക്ഷെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നത്. ഇവിടെ നമുക്ക് ഉം. ഉം. ഭരണ ഉം. പ്രതിസന്ധിയാണ്. ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണം പോയിട്ട് ഈ പ്രതിപക്ഷത്തിനെ വിളിക്കാൻ പറ്റില്ല. ഉം. കാരണം പ്രതിപക്ഷത്തിന് സീറ്റില്ല. കാരണം ഈ ബി.ജെ.പിയുടെ 60 നിയമസഭയിൽ 37 ബി.ജെ.പിയുടെ എം.എൽ.എമാരും ബി.ജെ.പിയുടെ ഒപ്പം തന്നെ നിൽക്കുന്നത്. അതുകൂടാതെ ഉം. 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 എൻ.ഡി.പിയും എൻ.ഡി.എഫും ഒരു സ്വതന്ത്രമടക്കം 11 പേരുടെ പിന്തുണ കൂടിയുണ്ട്. അപ്പോഴേതാണ്ട് 48 പേരുടേതായി അതെ. 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 നിലവിൽ. 48 സ്വാഭാവികമായിട്ടും 49 പേരുടെ പിന്തുണ. ഈ ഈ പാർലമെന്റിലേക്ക് അത് എത്തില്ല എന്ന് പറയുമ്പോൾ ബി.ജെ.പി വളരെ ഒരു സിസ്റ്റമാറ്റിക്കും വളരെ പ്ലാൻഡ് ആയിട്ടും ഒക്കെയാണ് അവിടെ നീങ്ങുന്നത്. നേരത്തെ ബിജുചേട്ടൻ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ബില്ലുകൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറയുക. അതായത് ശനിയും ഞായറും പാർലമെന്റ് ഇല്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ വെള്ളി ആകുമ്പോഴേക്കും നമ്മൾ ഈ സ്കൂൾ വിടാൻ ഉച്ച കഴിഞ്ഞ ശേഷം പിന്നെ അവധി മൂടാണെന്ന് പറയുന്ന പോലെ എംപിമാരെല്ലാം നേരെ കയറി അവരവരുടെ മണ്ഡലത്തിലേക്ക് പോകുന്ന സമയം അപ്പൊ ബില്ല് കൊണ്ടുവന്ന് പെട്ടെന്ന് പാസ്സാക്കുമെന്ന് പറയുന്ന പോലെ ഇതിൽ വേറൊരു അപകടം ഞാൻ കാണുന്നത് എന്താ പറയുക, ഇപ്പൊ മണിപ്പൂര് വിഷയം എങ്ങനെയെങ്കിലും ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഈ ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ്, പിന്നെ ഈദി അമീന്റെ കൊലപാതകം, അർമേനിയയിൽ നടന്ന കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ന്യൂസിലൻഡിൽ ഒരു വൈറൽ എം പി ഉണ്ടല്ലോ, ആ എം പിയുടെ പേര് ഹന റാവ്ഹിദി കരൈക്കി മൈപ്പി ക്ലാർക്കെ എന്നാണ് അവരുടെ പേര്. ഗോത്രവർഗത്തിൽ ഗോത്ര വിഭാഗം, ഗോത്ര ബില്ല് അവർ കീറി എറിയുന്ന മറ്റേ ഒരു പാട്ടുപാടി മയോറി ഹക്ക ഡാൻസ് എന്ന് പറയുന്ന മണിപ്പൂരിലെ സമാനമായിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ പാർലമെന്റിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് രാഹുൽ ഗാന്ധി അടക്കം ഗംഭീരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മണിപ്പൂരൊക്കെ കൊണ്ടുവന്ന് ഈ ഗോത്ര വിഭാഗങ്ങളുടെ വിഷയങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന് അതേപോലെ ഒരു കലാരൂപമൊക്കെ അവതരിപ്പിച്ച് അതിനെന്തായാലും കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അത് വന്നപ്പോ തന്നെ ഈ കേന്ദ്ര സർക്കാരിന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കാം. കാരണം ഭയങ്കര വൈറലായി പോയി ആ ന്യൂസിലാൻഡിലെ ആ വിഷയം. ആ മണിപ്പൂര് സംബന്ധപ്പെട്ട് ഇത് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കാം. അങ്ങനെയാണെങ്കിൽ ലോക ശ്രദ്ധ ഇതിന് കിട്ടും എന്നുള്ള ഒരു വിഷയം. അത് ഈ പ്രതിപക്ഷത്തിന് ഇവർക്ക് ഒരു ടെക്നിക്കും ഇല്ലാതിരിക്കുക, എങ്ങനെ ഈ വിഷയങ്ങളെ അവതരിപ്പിക്കണമെന്ന് ഇല്ലാതിരിക്കുക. അപ്പൊ അതൊരു നല്ല മൂവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെന്റ് സമ്മേളിച്ച് കഴിഞ്ഞ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നെങ്കിൽ ആ സമയത്ത് ഏർപ്പെടുത്താമെന്നുള്ളൊരു വിഷയം. പിന്നെ ഇവർക്കിത് ഓർഡിനൻസ് ആയിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും ഒരു തവണ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു കാരണം ബി.ജെ.പി ആയതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. കാരണം ഗവർണർക്ക് ഇപ്പോൾ ഉടനെ നടപടി എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം പ്രതിപക്ഷം ഇതിനകത്ത് അവകാശവാദം ഉന്നയിച്ച് വരാനുള്ള സാധ്യത നിലവിലില്ല. കാരണം അവർക്ക് 7-8 സീറ്റൊക്കെ ഉണ്ട്, അതും വെച്ചിട്ട് അവരെ ഭരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ വരാൻ സാധ്യത നീട്ടിക്കൊണ്ട് പോകാൻ സാധ്യത. പിന്നെ ഇതിനകത്ത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ കുക്കികളുമായിട്ട് അമിത്ഷാ നേരിട്ടാണ് ചർച്ച നടത്തുന്നത്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. വടക്കിഴക്കൻ സംസ്ഥാനം, അദ്ദേഹത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ട്രബിൾ ഷൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, ഈ ഗോത്ര. അപ്പൊ ഈ അമിത്ഷാ പലവട്ടം ദില്ലിയിൽ വെച്ചും മറ്റുമൊക്കെ, കാരണം ബി.ജെ.പിക്ക് അകത്തും 12 എം.എൽ.എമാര് കുക്കികളാണ്. ഇവർ തമ്മിൽ തല്ലുന്നു എന്ന് പറയുമ്പോഴും, ഇവിടെ നമ്മൾ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും, ഈ കുക്കികളും മേത്തികളും എം.എൽ.എമാരുണ്ട് ബി.ജെ.പിക്ക് 12. ഈ 12 പേര് കുക്കികളാണ്, ബാക്കിയുള്ളവരാണ് മേത്തികൾ. മേത്തി തന്നെ 2 വിഭാഗമുണ്ട്, അവരും ഉണ്ട് ഇതിനകത്ത്. മേത്തിലും ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുമുണ്ട്, അവരും ഉണ്ട്. അപ്പോ ഈ അമിത്ഷാ അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇപ്പോഴത്തെ ഡിമാൻഡ്, ഈ ചർച്ച ഇപ്പോൾ തട്ടി നിൽക്കുന്നത് അവർക്ക് സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രദേശം നൽകണമെന്നാണ്. പക്ഷെ അതിലേക്ക് പോകുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഇപ്പൊ ഈ ഓട്ടോണമസ് ഹിൽ ബോഡികളുണ്ട് നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ത്രിപുരയിലുണ്ട്,
ഈ തിപ്രാമോദയൊക്കെ അതിനുവേണ്ടി ഉം. വാദിച്ചിട്ടാണ് NDA കൂടെ നിൽക്കുന്നത്. അവർക്ക് ഈ അടുത്ത് അതെ അതെ. അവർക്ക് കൊടുത്തിരുന്നത്. ഇപ്പൊ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ബില്ല് കൊണ്ടിരുന്നു. അതെനിക്ക് തോന്നുന്നു ധനുഷ് ആണോ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ആർട്ടിക്കിൾ 125ന്റെ ഒരു ബില്ല് കേന്ദ്രം കൊണ്ടിരുന്നുണ്ട്. അതായത് ഈ ഫണ്ട് നേരിട്ട് തന്നെ ഈ ബിജേട്ടൻ എടുത്തത് ഓട്ടോണമസ് ബോഡികൾക്ക് നൽകുക. ഞാൻ എടുത്ത ആർട്ടിക്കിൾ വാർത്തയാണ്. 125 ആണോ 208 ആണോ? 208 അല്ല, ആണോ? 125 125. ആണോ? ഇപ്പൊ നേരിട്ട് 125. നേരിട്ട് ധനം അങ്ങോട്ടേക്ക് കൊടുക്കുക. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ വളഞ്ഞ വഴിയിലൂടെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരിട്ട് അതെ, കൊടുത്ത് സർക്കാർ വഴിയായിരുന്നു സർക്കാർ വഴി. കൊടുത്തോണ്ടിരുന്നത്. അതെ 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 അതെ, കറക്റ്റ് കറക്റ്റ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ബില്ല് കൊടുക്കുന്നത്. കൊണ്ടിരുന്നുണ്ട്. ഉം, ഉം, അപ്പൊ ആ ബില്ലും കൂടി ഇത് കണക്കൂട്ടിക്കൊണ്ടാണ്. അപ്പൊ ആ രണ്ട് ഉം, ഗുണമുണ്ട്. ഈ സാമ്പത്തിക കാര്യങ്ങൾ കേന്ദ്രത്തിനെ കൈകാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഓട്ടോണമസ് ഹിൽ വരുന്ന സ്വയംഭരണാധികാരമുള്ള ഈ ഗോത്രവർഗ സൊസൈറ്റികൾ അല്ലെങ്കിൽ ആ ഉം. ഭരണകൂടം, ആ ഭരണകൂടത്തിന് കേന്ദ്രത്തിന്റെ ഒരു ചൊൽപ്പടിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിലായിരിക്കും പോകുന്നത്. അതായത് നിയമസഭയ്ക്കകത്തൊരു നിയമസഭ. കാരണം അതെ അതെ. ഓട്ടോണമസ് ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യം തന്നെയാണ്. കാരണം അത് നമ്മുടെ അതെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ് ഗോത്രവർഗ്ഗങ്ങൾക്ക്. അവരുടെ പ്രിവിലേജ് ആണത്. അവർക്ക് അത് അതെ. നൽകിയേ പറ്റൂ. അപ്പം അതിനകത്ത് പറഞ്ഞത് ഇത് കോൺഗ്രസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത്രയും കുളവായത് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ BJP അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മാർച്ചോട് കൂടി ആ ബില്ല് കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതും ഉം, ഇതും ഉം, എല്ലാം ഉം, കൂടെ ക്ലബ്ബ് ജയിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒന്നുകിൽ ആ ഉം, ബില്ല് ഉം, പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ബില്ല് ഉം. അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുപ്പികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പകുതി കൊണ്ട് തീരും. കാരണം അതെ. ഈ ബില്ലിനോടനുബന്ധിച്ച് ഈ ബില്ല് ആയിട്ടല്ല ഇവർ കൊണ്ടിരുന്നത്, ആർട്ടിക്കിൾ 125ലെ ഭേദഗതിയാണ് ഇവർ കൊണ്ടിരുന്നത്. ആ ഭേദഗതി ഉം, ഉം, വരുമ്പോൾ നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് ഫൈനാൻസ് സംബന്ധമായിട്ട് ഒരു ആർട്ടിക്കിൾ ആണ് 125 ഈ കൊണ്ടിരുന്ന ബില്ലും, ഉം, സാമ്പത്തികമായിട്ട് തന്നെ. പക്ഷെ അതിനകത്ത് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യം ഈ കേന്ദ്ര സേനയ്ക്ക് ഉൾപ്പെടെ നേരിട്ട് ഇടപെടാൻ ഇപ്പോൾ ഈ മണിപ്പൂർ കണക്കുള്ള ഗോത്രവർഗ മേഖലകളിലൊക്കെ അവിടുത്തെ ഉം, സർക്കാരിന്റെ ഒരു പെർമിഷനോട് കൂടി മാത്രമാണ് ഇടപെടാൻ കഴിയുന്നതെങ്കിൽ ഇപ്പോൾ ഇവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ നീങ്ങുന്നുണ്ട്. വരുമ്പോൾ. ഉം, അതായത് കേന്ദ്രത്തിന്റെ അണ്ടറിലേക്ക് ഇത് വരും. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തിരക്കിട്ട് ആ ബില്ല് കൊണ്ടുവരാനുള്ള നീക്കോപിതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ഇന്നൊരു സമവായത്തിലേക്കൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല, നാളെയും എത്താൻ ഉം, സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് തട്ടി നീക്കി കൊണ്ടുപോകും. ഈ മാർച്ചിലേക്ക് ഇപ്പൊ ഈ കുക്കികളുമായുള്ള ചർച്ചകളിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ മാർച്ച് 10 അടുത്ത സെഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന ഉം, കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ പകുതി കൊണ്ട് പ്രശ്നം പരിഹരിച്ചല്ലോ. അങ്ങനെയെങ്കിൽ അവർക്കൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് വരാൻ പറ്റും. ഇതൊന്നും നടന്നില്ലെങ്കിലാണ് അവസാന കൈയെന്ന നിലയിൽ ഇവര് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം അവിടെ ചില ചർച്ചകളും നീക്കുപോക്കുകളും നടത്തിക്കൊണ്ട് അവർക്ക് ഒരു മുഖ്യമന്ത്രി അവിടെ കൊണ്ടുവരാൻ പറ്റും. ഏതായാലും മണിപ്പൂര് നിലവിലത്തെ സാഹചര്യത്തിൽ അവർ വിട്ടുകളയില്ല. ഉള്ള കാലം മുഴുവൻ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീട്ടാനും കഴിയില്ല. ഇങ്ങനെ ഒരു ഉം, സാഹചര്യം ഇതിനകത്ത് നിലനിൽക്കും. പിന്നെ മറ്റൊന്ന് BJP ഭയക്കുന്ന വലിയൊരു കാര്യം കൂടെ. അത് ഉം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ബിരൺ സിംഗിന് എതിരായിട്ടുള്ള ചില ഹർജികളും മറ്റുമൊക്കെ സുപ്രീം കോടതി ഈ അടുത്ത ദിവസം വിധി പറയും. അതിന്റെ വിധി പറയുമ്പോൾ ഒരുപക്ഷെ ആ വിധി കേട്ട് ബീരൻ സിംഗിന് രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്ന് BJP ഭയക്കുന്നുണ്ട്. ഉം, ഉം, അങ്ങനെ ഉം, പോയി ഉം, കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടായിരിക്കും. ഉം, അതായത് ഉം, ഉം. എന്താണ് ഈ ഇപ്പോഴുള്ള വാർത്ത പോലെ അല്ല അന്ന് വരുന്ന വാർത്ത. അപ്പോൾ അതെ അതെ വരുന്ന അതെ. വാർത്ത എന്താണെന്ന് വെച്ചാൽ കോടതി ഇടപെട്ടു, ബീരൻ സിംഗിനെ പുറത്താക്കി, അവിടെ നടന്നത് വലിയ സംഭവമാണെന്ന് പറയാം. അതിന് മുൻപ് ഒരു കറക്റ്റ് മുഴം കറക്റ്റ്. നീട്ടി എറിഞ്ഞതാണ്. കാരണം ബീരൻ സിംഗ് കേന്ദ്രത്തിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അപ്പോ ഈ വിധി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയോ മറ്റോ ആ വിധി വരും. വിധി വരുന്നതിന് മുമ്പ് ബീരൻ സിംഗ് രാജിവെച്ചു. അതിന്റെ ചൂട് തീർന്നു. ഇനിയിപ്പോ ഉം, ബീരൻ ഉം, ഉം, സിംഗിനെതിരെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ പഴയ വാർത്തയുടെ പ്രാധാന്യം അതിന് കിട്ടില്ല. മറ്റേത് ഉം, ഉം. മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇത് മുൻ മുഖ്യമന്ത്രി ബീരൻ സിംഗ് എന്നേ പറയാൻ കഴിയും. ആ നിലയിലേക്ക് മനസ്സിലായി. കാര്യങ്ങൾ പോകുന്നുണ്ട്. ഉം, അതാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന BJP നടത്തുന്ന നാടകീയമായ ഒരു നിർണായക നീക്കം. BJP എന്ന് ഉം, പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരിതെല്ലാം മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചൂടുകളൊന്നും പിഴയ്ക്കാതെ പോകുന്നത്. അപ്പൊ അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇതാണ്. ഇന്ന് അവര് ഒരെണ്ണം ഒരു MLA മാരുടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിൽ ഉം. തീരുമാനമാകാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല. ഇത് തട്ടി നീക്കിക്കൊണ്ട് പോവുക. ഒരു ഫെബ്രുവരി ഓക്കെ. പകുതി, അതായത് പാർലമെന്റിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ ഇതിനുള്ള ചർച്ചകൾ പോവുക. പിന്നെ ഈ അടുത്ത സെഷനിലേക്ക് കുറെ അധികം ബില്ലുകൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഓട്ടോണമസ് ഹിൽ ബോഡിയുടെ ഒരു ബില്ലാണ് വരുന്നത്. ഈ ഉം, ആർട്ടിക്കിൾ 125 അമെന്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്ന പുതിയ ബില്ല്. അതും കൂടെ ഉം, ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ അവിടുത്തെ പ്രശ്നങ്ങൾ പകുതി കണ്ട് തീരും എന്നാണ് കേന്ദ്രം കരുതുന്നത്. കാരണം ഇത് മണിപ്പൂരിന്റെ മാത്രം പ്രശ്നമല്ല. അസാമിലുണ്ട്, ഉം, ത്രിപുരയിലുണ്ട്, വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട് ഈ പ്രശ്നം. അപ്പൊ അവിടെ ഉം, എല്ലാം ഈ ബില്ലിലൂടെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്തായാലും അവരിപ്പോ മണിപ്പൂരൊന്നും വിട്ടുകളയില്ല. കാരണം ഇത്രയും മെജോറിറ്റിയിൽ അവർ ഇരിക്കുമ്പോൾ വിട്ടുകളയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല വിമതന്മാരൊന്നും ഇല്ല അവിടെ, വിമത ശല്യവുമില്ല. ബീരൻ ഉം, സിംഗിനെ മാറ്റണം എന്നുള്ളതാണ്. അതിപ്പം മേത്തി വിഭാഗക്കാരും BJP-യുടെ ഒരു വിഭാഗം തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം ഉം, ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ മോശം വരുമല്ലോ സ്വാഭാവികമായിട്ട്. ഒരു ഉം, 10-21 മാസം ഒരു സ്ഥലത്ത് കലാപമൊക്കെ നടക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു മടുപ്പ് ജനങ്ങൾക്കുണ്ടാകും. മുഖം മാറ്റുന്നത് അതെ. നല്ല കാര്യമാണ്. പക്ഷെ ഏത് മുഖമാണ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. കാരണം
ഇദ്ദേഹത്തോളം തലപ്പൊക്കമുള്ള നേതാക്കന്മാർ അവിടെ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.